2 മിനിറ്റ്. ശ്വാസം വിടല്ലേ. ആയിട്ടില്ല, നിക്കേ. അയ്യോ, എന്റെ മുതലാളിയേ, എന്റെ പെണ്ണ് പോയേ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എന്ത് പറ്റി? എനിക്കിനി ആരാന്നോ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയടോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയേ. എവിടെ എവിടെ? പാതിരാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ നേരം വെളുത്തുമ്പോ എന്റെ പെണ്ണുമില്ല, ദുർവാസമില്ല. ഇതാ ഇത് എഴുതി വെച്ചു, രണ്ടും കൂടെ ഒരു പോക്ക് പോയ എന്റെ മുതലാളിയേ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസാവ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. ഞങ്ങൾ പോകുന്നു. ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര കോമള. എന്റെ മാതാവേ, ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലമല്ലേ മേസ്ത്രി, ഇവള് മാറി അത് പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങി പോകുന്നത്. മേസ്ത്രിയുടെ കൂടെ വരെ. അതെ, ആക്കല്ലേ പുത്തമ്മന്റെ സ്ലീവർ. അതും ഇതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. നാടകങ്ങളി ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശ്ശേരി, പണ്ടായിരുന്നെ വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചു തരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ല, ശകുന്തളയുടെ. ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നാടകം നിർത്തണം? മറ്റേ പാർട്ടിയോ? ഏത് പാർട്ടി? വൈജയന്തി മാല. അവര് കൊള്ളാം, ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? അതും ശരിയാ. അവരിപ്പോ MP-യോ മന്ത്രിയോ ഒക്കെ അല്ലേ? തമാശ കളിക്കല്ലേ? ഇന്നലെ ബാറിലിരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? പറഞ്ഞു പറഞ്ഞില്ലേ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ? വെള്ളം ഇറങ്ങിയപ്പം ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? പരമേശ്വരി ആരാ സുന്ദരി? നീ ആ ഹോട്ടലിൽ കൊടുക്കുന്ന കാർ തൈരല്ല, കുറച്ച് ഗ്രീസ് എടുത്ത് ഒഴിച്ചോ. ഞാൻ ശരിയാക്കാം. ശകുന്തള, അലക്സ് താക്കോൽ. അലക്സ് താക്കോൽ. അലക്സ് അലക്സ് Excuse me. Yes. Oh, sorry. Hi.
താക്കോലി കൊണ്ടുവരാണോ? ഇടി. അതെടുത്ത് മാറ്റിക്കോളൂ. തട്ടി വീഴും. മാറ്റ്. ഇരിക്കരുത്. ഇരിക്ക്. അലക്സ് കുട്ടി ഞാൻ കണ്ടു എന്ത്? അവളെ, ആരെ? അപ്സരസിനെ, അപ്സരസിനെയോ? അപ്പരത്തിനെയോ? എന്റെ ശകുന്തളെ. എവിടെ? ദോ അവിടെ. അലക്സ് മോനെ, ആ പെണ്ണ് ഏതാ? ആ അവളുടെ പേരെന്താ? ആ ശ്രീദേവി, മോളിത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. അല്ല ഇത് എന്ത് വേഷം? അതൊക്കെ പറയാം. വാ വാ വാ, ഇവിടെ ഇരിക്കും. എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? എയറോസസിനെ പോലില്ലേ? ലക്ഷ്മി എടുത്തേ, ഹോട്ടൽ ട്രൈഡന്റിൽ ഈ സ്വിസ് എയർലൈൻസിന്റെ സ്റ്റാഫിന് മാത്രമായി റിസർവ് ചെയ്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫ്രീ ആയി ചാപ്പാടടിച്ച് വരാമോന്ന് നാൻസി എന്നോട് ബെറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കേ. കൂളായി ഒരു എയറോസിന്റെ സ്റ്റൈലിൽ ശ്രീദേവി മേനോൻ ഹോട്ടലിൽ കയറുന്നു. ഫുഡും കഴിച്ച് അസലൊരു കുളിയും കുളിച്ചിങ്ങി പോരുന്നു. ബെറ്റ് എമൗണ്ട് ദാ 1 പവൻ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ദാറ്റ് ഈസ് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോൻ. എന്റെ മോൾ ഇങ്ങനെ ബെറ്റ് വെച്ച് കളിച്ചു നടന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കൊഞ്ചിച്ച് വഷളാക്കണമെന്നാ ഇപ്പോഴേ പരാതി. ദേ അച്ഛനും ചേട്ടനും അറിയണ്ട. അച്ഛൻ പോയില്ല, കുളിക്കാൻ കേറിയിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ പേടിക്കണ്ട. അവൻ എത്തിയോ മിസ്റ്റർ പിള്ളേ? ഇല്ല സർ. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് പറയേണ്ടതല്ല, അത് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തോളാമെന്ന്. നമ്മുടെ പഴയ ഡ്രൈവർ ശങ്കരൻ നായരുടെ മകൻ ചന്ദ്രനല്ലേ അവൻ? അതെ സർ. വിഷ്ണുവിനെ വിളിക്കേ. തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ അവതരിപ്പിച്ചതാണ്. അന്ന് മാനേജ്മെന്റ് ചന്ദ്രൻ, നമ്മൾ ഫോറിൻ കമ്പനിയായ ആർണോൾഡ് ആൻഡ് റിച്ചറുമായി കൊളാബറേറ്റ് ചെയ്യുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതറിയാമല്ലോ. സോ നിങ്ങളുടെ ഡിമാൻഡ്സ്? ഞങ്ങളുടെ ഡിമാൻഡ്സ് നടപ്പിൽ വരുത്തിയിട്ട് മതി ഫോറിൻ കൊളാബറേഷൻ ഒക്കെ. ചന്ദ്രൻ ഒന്ന് മനസ്സിലാക്കണം. ഫോറിൻ മെഷീനറികൾ കിട്ടി നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഗുണം നിങ്ങൾ തൊഴിലാളികൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഡിമാൻഡ്സ് പിൻവലിക്കണമെന്നായിരിക്കും. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. അത് നേടിയിട്ട് ഞങ്ങൾ മാറും. എന്നാൽ നീ നേടിയിട്ട് മാറിയാൽ മതി. കമ്പനി ഞങ്ങൾ കൂട്ടിയിടും. കൂട്ടുന്നത് കാണട്ടെ. കാണാനൊന്നുമില്ല. വിഷ്ണു നോക്കൂ ചന്ദ്രൻ, ഫോറിൻ ഡെലിഗേറ്റ്സ് വരുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം. തീരുമാനം 2 ദിവസത്തിനുള്ളിൽ അറിയണം. അപ്പോ 2 ദിവസത്തിനുള്ളിൽ വിശ്വനാഥ മേനോന്റെ തീരുമാനം അറിയാം അല്ലേ ചന്ദ്ര? അതെ. ഫോറിൻ ഡെലിഗേറ്റ്സ് നാളെ എത്തും. അതെ സർ. ആ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ശരി, അപ്പൊ ഞാനങ്ങോട്ട്. ആ, ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. Mr. Frank, meet my family friend, Mr. Ravindra Nair, Inspector General of Police. Nice to meet you. Hello. Mr. Richard. ഹലോ. അങ്കിൾ, രാജ്കുമാർ എപ്പത്തും? ഉടനെ എത്തും.
അല്ല മേനോജേട്ടാ, നമ്മുടെ പിള്ളേരുടെ കാര്യം ഉടനെ നടത്തണ്ടേ? അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അതെ, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ അമേരിക്കയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മതി. ഹായ്, ഗുഡ് ഈവനിങ് അങ്കിൾ. മോളെ. ഹലോ. കുമാർ എപ്പോഴാണ് അമേരിക്ക പോകുന്നത്? അടുത്ത ആഴ്ച. മോളെ, കുമാറിനെ കണ്ടില്ലേ? ഹലോ. ഹലോ. അമേരിക്ക പോവാ കുമാർ അടുത്ത ആഴ്ച. തിരിച്ചു വന്നാൽ ഉടൻ. ശ്രീദേവി. ആ ദാ വരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സ്മാർട്ട് ഗേൾ. എങ്ങനെയുണ്ട് രാജ്കുമാർ? രാജകുമാരനെയൊന്നും എനിക്ക് വേണ്ട. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ മോക്ക്? ആർക്ക് വേണം അയാളെ? ഒരു അമൂൽ ബേബി. പിന്നെ എങ്ങനെ ഇരിക്കണം പയ്യൻ? എന്ന് പറഞ്ഞാ ഞാൻ നിക്കാൻ പറഞ്ഞ നിക്കണം, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം, മിണ്ടാൻ പറഞ്ഞ മിണ്ടണം, മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. ചുരുക്കത്തിൽ ഒരു ഭർത്താവായിരിക്കണം. ആഗ്രഹം കൊള്ളാം. പക്ഷേ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അതിനെ വേറെ ആളെ നോക്കണം. എന്താടി, അവക്ക് അവനെ പിടിച്ചില്ലേ? ഓ, കൊച്ചുകുട്ടിയല്ലേ. അവക്ക് വല്ല പ്രേമോ മറ്റോ ഉണ്ടോ? പിന്നെ മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ മകൾ പ്രേമിച്ച് നടക്കല്ലേ. അല്ല, അഥവാ ആരെങ്കിലും അവളെ കയറി പ്രേമിച്ചാലും അവന്റെ അന്ത്യമാ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. അവിടെ ഇരിക്കുക. മോട്ടോർ മെക്കാനിക്കുകളുടെ ലോകത്തെ ദുഷന്ത മഹാരാജാവായ എന്റെ മനം കവർന്ന ശകുന്തളെ, നിന്റെ പേരെന്താണ്? ആരുടെ പേരാ ചാച്ചന്റെ രാവിലെ അറിയേണ്ടത്? ആരുടെ ഇല്ല പേരോ? എന്ത് പേര്? ഇന്നെന്താ വർക്ക്ഷോപ്പിലൊന്നും പോകുന്നില്ല? ഓണം. ഇതെന്താ ചാച്ച? ഏത്? ഇത്. എന്റെ കർച്ചീഫ്. ഇത് പെണ്ണുങ്ങളുടെ സ്കാർഫല്ലേ? നല്ല സ്കാർഫ്. കുറച്ച് നാളെ ഇതുപോലെ ഒന്ന് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാച്ചൻ എന്തിനാ പെണ്ണുങ്ങളുടെ സ്കാർഫ്? പെണ്ണുങ്ങൾക്ക് മാത്രമേ കേട്ടാവുള്ളൂ. ആരും പറഞ്ഞു ആണുങ്ങൾക്ക് കേട്ടാ? സത്യം പറ, ഇതാരുടെയാ? പൊടി അവിടുന്ന്, അവളുടെ കിന്നാരം. ആഹാ, അപ്പൊ അത് ശരി. അമ്മേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ട? ഒരു സ്കാർഫ് അത്രയല്ലേ ഉള്ളൂ? ഞാൻ തരാം. 100 വേണ്ട, പോയി സ്കാർഫ് വാങ്ങിച്ചു. അലക്സാണ്ടർ മോളെ, പിന്നെ സ്കാർഫ് കെട്ടുന്നതൊക്കെ കൊള്ളാം, കാറ്റത്ത് പറന്ന പോലെ കേട്ടോ. ആരോടും പോയി പറയരുതീ കഥ മാനേ, പുള്ളിമാനേ. തൊഴിലാളികൾ അവരുടെ നേതാക്കന്മാരും പറയുന്നത് ചന്ദ്രനെ ഞാൻ കൊന്നെന്നാ. അതും പറഞ്ഞ അവരുടെ കരാബോയും പിക്കറ്റിങ്ങും ഒക്കെ. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ കമ്പനി പൂട്ടിയിടുമെന്ന്. അല്ലാതെ അവനെ കൊല്ലേണ്ട കാര്യം എനിക്കില്ലെങ്കിൽ. അതെനിക്കറിയില്ലേ മോനെ, പക്ഷെ സാഹചര്യം നിനക്കെതിരാണ്. എന്തായാലും വിഷമിക്കാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളുടെ ഇഷ്യൂ, അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും. മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. IG അങ്കിൾ ഇല്ലേ കൂടെ? ചെല്ല്. അപ്പൊ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മേലെ വീട്ടിൽ പ്രഭാകരൻ മേനോന്റെ ക്യാഷ്യറായിരുന്ന എന്റെ അച്ഛൻ കുറച്ച് പണം എടുത്തതിന് കള്ളനെന്ന മുദ്ര കുത്തി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ അപമാന ഭാരത്താൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ എന്റെ പാവം അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴും മേലെ വീട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. അന്നെന്റെ കുടുംബത്തോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടാതെ ഞാൻ അടങ്ങുമോ? ഇപ്പൊ ചന്ദ്രനെ കൊന്നത് മേലെ വീട്ടുകാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. ഇത്രയും പക ആ കുടുംബത്തോടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ശ്രീദേവിയെ വിവാഹം ചെയ്യണം? വേണം. മേലെ വീട്ടുകാരുടെ സ്വത്തും പ്രതാപവും എല്ലാം ശ്രീദേവിയുടെ പേരില്ല. അവളിലൂടെ നമുക്ക് നേടാനാവും. അതുകൊണ്ട് അവളെ നമുക്ക് വേണം.